ബാലരാമപുരത്തെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ എല്ലാ വശങ്ങളും അന്വേഷിക്കാൻ ഒരുങ്ങി പോലീസ്. മരണം നടന്ന ദിവസം 2 പേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി വിശദമായി പരിശോധിക്കുന്നുണ്ട്. സ്ലാബ് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കരുത് എന്ന ആവശ്യം ശക്തമാക്കുകയാണ് കുടുംബം. ഇക്കാര്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനും കുടുംബം തീരുമാനിച്ചു. അച്ഛൻ സമാധിയാകുന്ന കാര്യം 3 ദിവസത്തിന് മുന്നേ തന്നെയാണ് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പൾസിലൊന്നും ഒരു അനക്കമില്ലായിരുന്നെന്ന് അത് പോയിട്ട് ശ്വാസം മൂക്കിലില്ല, നല്ല രീതിയിലുള്ള ഒരു ഉറപ്പിച്ചാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. സമാധി ചടങ്ങുകളോടെ തന്നെയാണ് അച്ഛനെ സമാധി ചടങ്ങുകൾ ചെയ്തത്. അപ്പോൾ 2 സൈഡും കെട്ടിയെടുത്ത ഞാനും അനുജൻ തന്നെയാണ്. മോൻ പറഞ്ഞ് അമ്മ അങ്ങനെ ഇവിടെ കിടന്ന് വിളിച്ച അച്ഛൻ്റെ പൂജ നമുക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റൂല, അമ്മ കരയിൽ ഞങ്ങളോട് സഹകരിക്കണം. നോട്ടീസ് നൽകി നിയമപ്രകാരം സ്ലാബ് പൊളിക്കാനുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ഗോപൻ സ്വാമിയെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് കാണിച്ച് കുടുംബത്തിന് പോലീസ് നോട്ടീസ് നൽകി. ഇതോടെ പോലീസിന്റെ നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകാൻ കുടുംബം തീരുമാനിച്ചു. സ്ലാബ് പൊളിക്കരുതെന്നാണ് ആവശ്യപ്പെടുക. ഇപ്പോൾ നമ്മളും നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിനും നീതി കിട്ടണം, കുടുംബത്തിൻ്റെ ഭാഗവും കിട്ടണം എന്ന് ജില്ലാ ഭരണകൂടവും RDOയും അതുപോലെ പോലീസും ഒക്കെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ. എന്തായാലും തീർച്ചയായിട്ടും അത് ജില്ലാ ഭരണകൂടത്തിന് അങ്ങനെ ഒരു കാഴ്ച വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കിങ്ങനെ ഒരു തീർച്ചയായിട്ടും നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടുന്നത്. മക്കളായ സനന്ദൻ, രാജസേനൻ എന്നിവരുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ നിരവധിയുണ്ടെന്ന് പോലീസ് പറയുന്നു. മരണദിവസം പുറത്തുനിന്ന് 2 പേർ വീട്ടിൽ വന്നിരുന്നുവെന്ന് മക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. നെയ്യാറ്റിൻകര പ്ലാവില സ്വദേശികളായ ദമ്പതികളാണ് ഇവരെന്ന സൂചന അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അകന്ന ബന്ധുക്കളാണെന്നാണ് വിവരം. റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.